ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീത ദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുനാൾ ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ഈ തിരുനാൾ നമ്മെ ഒരു അപ്പസ്തോലനെ ഓർക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്വന്തം വിശ്വാസത്തെ പരിശോധിക്കുവാനും പുതുക്കുവാനുമാണ് ക്ഷണിക്കുന്നത്. തോമാസ് ശ്ലീഹായുടെ ജീവിതം സംശയത്തിൽ ആരംഭിച്ച് അചഞ്ചലമായ വിശ്വാസത്തിൽ പൂർത്തിയായ ഒരു മനോഹരമായ ആത്മീയ യാത്രയാണ്. ഉദിതനായ ക്രിസ്തുവിനെ നേരിൽ കണ്ടപ്പോൾ തോമാസ് ശ്ലീഹ ഉച്ചരിച്ച ആരാധനയുടെ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനാശകലം, ആ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഒരു വ്യക്തിയുടെ ഏറ്റുപറച്ചിൽ മാത്രമല്ല, ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത വിശ്വാസമാകണമത്. തോമാസ് ശ്ലീഹായുടെ സംശയത്തെ പലപ്പോഴും നാം വിമർശിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് സത്യത്തെ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു. ആ അന്വേഷണത്തിന് ക്രിസ്തു മറുപടി നൽകി. അവിടുന്ന് തോമാസ് ശ്ലീഹായെ തള്ളിക്കളഞ്ഞില്ല, മറിച്ച് മുറിവുകൾ കാണിച്ചു കൊടുത്ത് വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തി. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ സംശയങ്ങളും ചോദ്യങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാകാം. എന്നാൽ അവ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണമാകരുത്, മറിച്ച് ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാനുള്ള അവസരമാകും. ഭാരതസഭയ്ക്ക് വിശുദ്ധ തോമാസ് ശ്ലീഹായുമായുള്ള ബന്ധം അതീവ സവിശേഷമാണ്. ഈ പുണ്യഭൂമിയിൽ സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലനാണ് അദ്ദേഹം. അനേകം കഷ്ടതകളും എതിർപ്പുകളും സഹിച്ചിട്ടും അദ്ദേഹം ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഒടുവിൽ തൻ്റെ ഗുരുവിനെ പോലെ ജീവൻ ബലിയർപ്പിച്ച് രക്തസാക്ഷിയായി. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വെറും പാരമ്പര്യമല്ല, അപ്പസ്തോലിക സാക്ഷ്യത്തിൻ്റെ മേൽ സ്ഥാപിതമായ അമൂല്യമായ നിക്ഷേപമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിന് അറിവുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ആവശ്യം വിശ്വാസമുള്ള മനുഷ്യരെയാണ്. സാങ്കേതിക വിദ്യ വളരുമ്പോഴും മനുഷ്യഹൃദയം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തോമാസ് ശ്ലീഹ നമ്മോട് പറയുന്നത് ഇതാണ്: ക്രിസ്തുവിനെ കണ്ടുമുട്ടുക, അവിടുത്തെ അനുഭവിക്കുക, തുടർന്ന് ധൈര്യത്തോടെ ലോകത്തിന് സാക്ഷ്യം നൽകുക. നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും പ്രാർത്ഥനയ്ക്ക് സ്ഥാനം നൽകാം. മക്കൾക്ക് വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നമുക്ക് കൈമാറാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിലും സമൂഹത്തിലും സ്നേഹത്തിലൂടെയും സത്യസന്ധതയിലൂടെയും കാരുണ്യത്തിലൂടെയും ക്രിസ്തുവിനെ നമുക്ക് സാക്ഷ്യം വഹിക്കാം. അതാണ് വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ ആദരവ്. ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഏറ്റുപറയാം: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തട്ടെ. ആ വിശ്വാസം നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കട്ടെ. ആ വിശ്വാസം നമ്മുടെ സഭയെ ശക്തിപ്പെടുത്തട്ടെ. ആ വിശ്വാസം നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ. തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥവും എന്നും നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആശംസകൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും